ഞാൻ ഡോക്ടർ MP മണി. ഇപ്പോൾ കരൾ രോഗികളുടെ എണ്ണം കൂടി വരികയാണ് ഓരോ ദിവസം. അത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു ആശങ്കാജനകമായ ഒരു കാര്യമാണ് ആരോഗ്യ മേഖലയിൽ. അതിലേക്ക് വഴിവെക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഫാറ്റി ലിവറാണ്. ഇപ്പോൾ ഫാറ്റി ലിവർ മുതിർന്നവരിൽ മാത്രമല്ല, വിദ്യാർത്ഥികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ പോലും ഒരുപാട് പേരിൽ ഇത് കാണുന്നുണ്ട്. പൊണ്ണത്തടിയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതൽ സാധ്യതയുള്ളത്. ഈ ഫാറ്റി ലിവറിൻ്റെ കാര്യത്തിൽ പ്രധാന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും ഡോക്ടർമാരെ കാണാനും പോകാറില്ല. ഡോക്ടർമാർ അഥവാ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ശ്രദ്ധിക്കാറുമില്ല. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പോലും പറയാൻ ജനങ്ങൾക്കാർക്കും പലർക്കും താല്പര്യമില്ല. നമ്മുടെ നല്ല ആരോഗ്യത്തിന് നല്ലതല്ലാത്ത ജീവിതശൈലി, നല്ല ആരോഗ്യത്തിന് നല്ലതല്ലാത്ത ആഹാരശീലം, വ്യായാമമോ ശാരീരിക അധ്വാനമോ തീരെയില്ലാത്ത ജീവിതശൈലി, ഇതാണ് സത്യത്തിൽ ആ ജീവിത രീതിയാണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. അപ്പോൾ ശരീരത്തിൽ അമിതമായി ശേഖരിച്ച് വയ്ക്കപ്പെടുന്ന കൊഴുപ്പാണ് ഇവിടെയും പോയിട്ട് അടിച്ചു കൂടുന്നത്. അപ്പോൾ കരളിൽ അങ്ങനെ കൊഴുപ്പ് അടിച്ചു കൂടിയാൽ ആദ്യമൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒന്നും അറിയില്ല, നമ്മൾ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും വരില്ല. ചിലർക്ക് വയറൊന്ന് കുറച്ച് വലുതാവുന്നല്ലാതെ കാഴ്ചയിലോ ഒന്നും കാണുന്നുണ്ട്. നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴൊക്കെയാണ് അറിയുന്നത്. ഇത് കരളിലങ്ങനെ ഈ കൊഴുപ്പ് അടിച്ചു കൂടുമ്പോൾ ആ ഭാഗത്തേക്കുള്ള രക്തസ്ഥിതിചേർക്ക് ചിലപ്പോൾ കുറച്ച് കുറയും. അങ്ങനെ കുറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലർക്ക് അണുബാധകൾ ഉണ്ടാകാം. അങ്ങനെ കരളിൻ്റെ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ ക്രമേണ പ്രവർത്തനരഹിതമാകാം. പക്ഷേ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. കരളിൻ്റെ 80% വരെ നശിച്ചു പോകുമ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അതാണ് ഈ കരൾ രോഗങ്ങൾ ആശുപത്രി പോകും, പിന്നെ ഒരു ഗുരുതരാവസ്ഥയിലേക്കുള്ള നീക്കം വളരെ പെട്ടെന്നാണ്. അതുവരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. ചിലപ്പോൾ വയറിനെന്തെങ്കിലും വിശപ്പൂർവ്വം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടാവും ആശുപത്രി പോകുന്നത്, പിന്നെ നമ്മളങ്ങ് ഒരു പോക്കാണ്. ഇതാണ് ഈ അശ്രദ്ധയാണ് ഈ കരൾ രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ മുഴുവൻ അടിസ്ഥാന കാരണം. ഈ ചികിത്സ എന്ന് പറയുന്നത് മരുന്നുകൾ ആദ്യം വളരെ ശ്രദ്ധിച്ച്, മറ്റു രോഗങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ അങ്ങനെ കഴിക്കരുത്. കാരണം നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ ഇത് ആമാശയം, കരള്, കിഡ്നി, വൃക്കൾ ഇതിലൂടെ ഒക്കെ സഞ്ചരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവരിൽ ഈ പ്രശ്നങ്ങൾ സങ്കീർണമാകാൻ ഒരു പക്ഷേ ചില മരുന്നുകളുടെ ആ സഞ്ചാരം കാരണമായേക്കാം. അതുകൊണ്ട് മരുന്നുകൾ കഴിക്കരുത് എന്ന് മാത്രമല്ല, അഥവാ കഴിക്കേണ്ടി വരികയാണെങ്കിൽ അത് ഡോക്ടറുടെ കർശന നിർദ്ദേശം അനുസരിച്ചായിരിക്കണം എന്ന് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ കരളിൽ ഫാറ്റി ലിവർ ഉള്ളവരിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരാരും ഡോക്ടർമാരെ കാണാൻ പോവില്ല. അഥവാ ഡോക്ടർമാർ എന്തെങ്കിലും സൂചിപ്പിച്ചാൽ ഇവരോട് ശ്രദ്ധിക്കുമില്ല, കാരണം ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവർ ഈ മുന്നോട്ടുള്ള യാത്രയിൽ ഈ അണുബാധകൾ ഇവിടെ ഒരു വലിയ വിഷയമാണ്. അതും ഇവരാരും അറിയാൻ പോകുന്നില്ല. മദ്യപാനമാണ് അടുത്ത വിഷയം. അപ്പോൾ മദ്യപാനം ഇതിന് ദോഷകരമാണെന്ന് ഇപ്പോഴും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. കരളിൻ്റെ ഒരു പ്രശ്നം വന്നാൽ മദ്യം തുടരുതെന്നുള്ള കാര്യം അനുസരിക്കാനും പലരും താല്പര്യമുള്ളവരല്ല. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ കരളിൽ കൃത്യമായി ഈ പ്രശ്നങ്ങൾ സങ്കീർണമാകുമ്പോൾ നമുക്ക് ആദ്യമായി കിട്ടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെ ജനങ്ങൾ ഗ്യാസാണെന്നാണ് പറയുക പലരും. അതായത് വിശപ്പ് കുറയുക, ചിലർക്ക് മരം പരട്ടലുണ്ടാവുക, ചിലർക്ക് എമ്പക്കം വരിക, ചിലർക്ക് നെഞ്ചരിച്ചിലുണ്ടാകുക, ഈ വയറും നെഞ്ചും കൂടെ ചേരുന്ന ഭാഗത്ത് ഒരു കനം, ചെറുതായിട്ട് വേദന. പിന്നെ ഈ പൊതുവെ നമ്മൾ ഈ ഒരു മരുന്ന് കടയിൽ പോയി നിന്നാൽ, ഇപ്പോൾ അലോപ്പതി മരുന്ന് കടയുടെ മുമ്പിലാണ് നിൽക്കണമെങ്കിൽ ആൾക്കാർ ഒരു ഗ്യാസിന് ഒരു ഗുളിക, ഗ്യാസിൻ്റെ മരുന്ന് മേടിച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട്. ആയുർവേദ കടകളെല്ലാം പോയെങ്കിൽ ഇതിലും ഭേരസമാണ്. ഒരു ഡോസ് തന്നെ ഗ്യാസിനുള്ള മരുന്ന് പലരും ചോദിക്കാറില്ല. ഇപ്പോഴും ഈ നമ്മുടെ ഇത്രയും ശാസ്ത്രം മുന്നേറിയപ്പോഴും ഇപ്പോഴും നമ്മൾ ആയുർവേദ ഏതെങ്കിലും കടയുടെ മുന്നിൽ വൈകുന്നേരം കുറച്ച് ഒരു ഡോസ് ഗ്യാസുള്ള മരുന്ന് അതാണ്. കാരണം അത്ര സിമ്പിളായിട്ടാണ് അവർ കാണുന്നത്. ഇതൊരു വിഷയമല്ല, ഇത് ഗ്യാസാണ്. അപ്പം ഗ്യാസ് എന്ന് പറയുന്നവർ മനസ്സിലാക്കാത്തൊരു കാര്യമില്ല, അവരറിയാത്തൊരു കാര്യം, ഗ്യാസ് എന്നൊരു വാക്ക് ഒരു വൈദ്യശാസ്ത്രത്തിനും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവരാരും അറിയാത്തൊരു സംഭവം. ഗ്യാസ് എന്നൊരു വാക്ക് ഒരു വൈദ്യശാസ്ത്രത്തിനും ഒരു പുസ്തകത്തിനും പറഞ്ഞിട്ടില്ല. ഇതെങ്ങനെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കി അത് നമുക്കറിയില്ല. അപ്പോൾ ഈ കരളിൻ്റെ പ്രശ്നങ്ങൾ ആരും ഗൗരവത്തിൽ എടുക്കാറില്ല. കാരണം എടുക്കാൻ അവർക്ക് അറിയില്ല, കാരണം ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഇത് അണുബാധകളും കൂടി ആവുമ്പോൾ കാര്യങ്ങൾ സങ്കീർണതകളിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു പോകും. ഈ പെട്ടെന്ന് കടന്നു പോകുമ്പോഴാണ് ഈ ഇവർക്ക് വയറാകെ പ്രശ്നമാവും, കാലുകളിൽ നീര് വരും,
ചിലർ ഛർദ്ദിക്കുന്നതിൽ കൂടെ രക്തം ഉണ്ടാകും. അപ്പം ഇങ്ങനെ പോകുമ്പോൾ ചിലർക്ക് മലത്തിൻ്റെ കൂടെ രക്തം പോയെന്ന് വരും. ഇത് ഇവർക്ക് ഗ്യാസിൻ്റെ ചികിത്സ ഫലപ്രദമാകാതെ വരുമ്പോഴാണ് പലരും ശരിയായ ചികിത്സയ്ക്ക് എത്താറുള്ളത്. അവിടെ എത്തുമ്പോൾ സംഗതിയെ കൈവിട്ട് പോയിട്ടുണ്ടാവും പലർക്കും. അവിടെയാണ് സങ്കീർണതകളുടെ ഘോഷയാത്ര. കരൾ മാറ്റിവെക്കുക, ഇപ്പോൾ അതാണ് എളുപ്പം, കരൾ മാറ്റിവെക്കുക. ഇപ്പം നമ്മൾ ധാരാളം വാർത്തകൾ കാണുന്നുണ്ട്. കരൾ മാറ്റിവെക്കുക, കരൾ മാറ്റിവെക്കുക, ശസ്ത്രക്രിയയ്ക്ക് സാമ്പത്തിക സഹായം അഭ്യർത്ഥിക്കുക, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഈ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് സ്കാനിങ്ങിൽ തിരിച്ചറിഞ്ഞാൽ അവിടെ തൊട്ട് ചികിത്സ തുടങ്ങണമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ മരുന്ന് ഒഴിവാക്കിയിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഈ കൃത്യമായ രീതിയിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആഹാരം ക്രമീകരിക്കുകയാണ്. ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. കുറച്ച് വ്യായാമമൊക്കെ ചെയ്യണം. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ഈ ആഹാരത്തിൽ ക്രമീകരണം എന്ന് പറയുമ്പോൾ ഈ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ 6 നേരം ആഹാരം കഴിക്കുന്നത് 6 നേരം മര്യാദ അതിവിശിഷ്ടമായതാണ് നമ്മുടെയൊക്കെ ധാരണ. ഇത് അത്ര നല്ല ആഹാരമൊന്നുമല്ല നമ്മൾ അരിയാഹാരം എന്ന് പറയുന്നത്. ഈ അന്നജം ഒരുപാട് ചെല്ലുന്നതാണ് ഈ കൊഴുപ്പ് ശരീരത്തിൽ അടിച്ചു കൂടുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ ഇങ്ങനെ രോഗങ്ങൾ ഫാറ്റി ലിവർ ഉള്ളവരാണെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് സങ്കീർണതകൾ കരളിൽ വരാതിരിക്കാൻ അരിയാഹാരം ഒരു നേരമാക്കി കുറയ്ക്കുകയാണ് ബുദ്ധി. ഒരു നേരം. പിന്നെ നമുക്ക് ഏത്തപ്പഴം വേവിച്ചത് കഴിക്കാം, റാഗി കഴിക്കാം. റാഗി വളരെ നല്ലതാണ്, ചോളം നല്ലതാണ്. ഇതൊക്കെ നമുക്ക് ആഹാരമാക്കാം. ആഹാരത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഈ വറുത്തതും പൊരിച്ചതും പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതുപോലെ ഈ റെഡ് മീറ്റ് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഈ മീറ്റ് ഒഴിവാക്കേണ്ടത് നല്ലത്. മത്സ്യം കഴിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല, കറിയൊക്കെ ഇട്ട്. ഉപ്പിൻ്റെ അളവൊന്ന് കുറയ്ക്കുക. ഈ ബേക്കറി പൂർണ്ണമായിട്ട് ഒഴിവാക്കുക നല്ലത്. ബേക്കറി എന്ന് പറഞ്ഞ സാധനം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതുപോലെ ഉപ്പ്, തണുപ്പ്, കൊഴുപ്പ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ പച്ചമോര് ഉപയോഗിക്കാതിരിക്കാൻ ബുദ്ധി. അത് വേവിച്ച് കാച്ചിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. തൈര് ഒഴിവാക്കണം. അതുപോലെ അച്ചാർ, പപ്പടം ഇതെല്ലാം ഒഴിവാക്കുന്നതാണ് ബുദ്ധി. മുട്ടയുടെ മഞ്ഞ. അപ്പോൾ ഇതൊക്കെ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു തരും നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ. അപ്പോൾ ഈ ആഹാരം ആദ്യം ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇത്തരം ഫാറ്റി ലിവർ ഉള്ളവർ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം. അതിന് ശേഷം ഈ നമ്മൾ ജീവിതത്തിൽ ഒരു വ്യായാമം ചെയ്ത് ദിവസം വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ ഈ ഇതിന് മാത്രമായിട്ട് ഫാറ്റി ലിവറിന് മാത്രമായിട്ട് യോജിക്കുന്ന ചില വ്യായാമങ്ങളുണ്ട്, അത് ഡോക്ടർമാർ പറഞ്ഞു തരും. ഇല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും അധ്വാനിക്കുക, ചുരുങ്ങിയത് കുറച്ച് നടക്കുകയെങ്കിലും വേണം. അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആഹാരത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കാതിരിക്കുക. ഏത് ആഹാരം കഴിക്കുമ്പോഴും അതിൻ്റെ കൂടെ കാപ്പി, ചായ, വെള്ളം ഇത് 3 ഒഴിവാക്കുക. അത് 1 മണിക്കൂർ മുമ്പ് കുടിക്കാം, 1 മണിക്കൂറിന് ശേഷം കുടിക്കാം. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഈ ആഹാരം കഴിക്കുമല്ലോ, പ്രത്യേകിച്ച് അരി ആഹാരം തന്നെ വയ്ക്കുക, ഇതിൻ്റെ കൂടെ മധുരം ഒഴിവാക്കുക. നമ്മൾ ഈ സദ്യക്കൊക്കെ പോയാലുണ്ടല്ലോ, ഈ അരിയാഹാരം സദ്യക്കുണ്ടൊരു അവസാനം ഒരു പായസം കൂടിയുണ്ട്. അതുപോലെ പലരും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ 2 പഴം കഴിക്കുക. ഇത് ശാസ്ത്രീയമായി പറഞ്ഞാൽ നല്ലൊരു നടപടിയല്ല. കാരണം ഈ അരിയാഹാരത്തിൻ്റെ കൂടെ മധുരം ചെല്ലുമ്പോൾ അത് ഫെർമെൻറ്റിങ്, പുളിപ്പിക്കൽ പ്രക്രിയ നടക്കും ശരീരത്തിൽ. അത് ദഹന പ്രക്രിയയിൽ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ പഴം കഴിക്കാം, അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാം. പിന്നെ വേറെ ഈ ഈ ഫാറ്റി ലിവറിൽ കരളിൽ പ്രശ്നങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ടത് വേവിക്കാത്ത ഒരു സാധനം കഴിക്കാതിരിക്കുക എന്നാണ്. നമ്മൾ പച്ചക്കറി ആയാലും ഇപ്പോൾ ഏത്തപ്പഴമൊക്കെ വേവിച്ച് കഴിക്കണം. അതുപോലെ സാലഡ് ഉണ്ടാക്കി കഴിക്കില്ല, അത് പച്ചയ്ക്ക് കഴിക്കരുത്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും ഇവിടെ കരൾ രോഗികളുണ്ടാവില്ല. നമ്മൾ ഈ ഫാറ്റി ലിവർ കാണുമ്പോൾ തന്നെ വേണ്ട നടപടികൾ ജീവിതശൈലിയിലും ആഹാരത്തിലൊക്കെ ശീലിച്ചാൽ ഇത് മുന്നോട്ട് പോവില്ല, അത് പൂർണ്ണമായിട്ടും മാറും. അതാണ് എൻ്റെ തമാശ. പിന്നെ വേറൊരു യാഥാർത്ഥ്യമുള്ളത്, ഇതിൽ കഴിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ചിട്ടകൾ എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ കുറേ കൊല്ലം മുമ്പ് ഈ അമേരിക്കയിലെ മയോ ക്ലിനിക്ക്, കുറേ കൊല്ലം മുമ്പാണ്, ഒരു പഠനത്തിൽ വായിച്ചിട്ടുണ്ട്. ഈ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ പ്രശ്നങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കുറവ് കാണുന്നത് ചൈനയിലെ ജനങ്ങളിലാണത്രേ. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇവരൊരു ടീം പഠിക്കാൻ പോയത്രേ ചൈനയിൽ. അപ്പോൾ അന്ന് തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യം, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി കഴിക്കുന്നത് ചൈനക്കാരാണെന്നാണ് പറയുന്നത്.
വേറൊരു പഠനത്തിൽ വെളുത്തുള്ളിയെക്കുറിച്ച് പറയുന്നത് ഇറ്റ് ഡീറ്റോക്സിഫൈ ദ ലിവർ എന്നാണ്. അപ്പോൾ കരളിനെ ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് വെളുത്തുള്ളി. അതാണ് നമ്മുടെ അടുക്കളയാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ മനോഹരമായ മഹത്തായ ഔഷധ കലവറ. വെളുത്തുള്ളിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ആ ചേരുവകളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വെളുത്തുള്ളി. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ പലരും ആയുർവേദം ശാസ്ത്രീയമാണ്, കപടശാസ്ത്രമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ നമ്മൾ വളരെ ഗൗരവപൂർവ്വം ഈ പുതിയ അറിവുകളും ആയുർവേദ അറിവുകളും കൂടി കൂട്ടി വെച്ച് വായിച്ചാൽ അതിൻ്റെ ശാസ്ത്രീയത മനസ്സിലാകും. അത് പരീക്ഷണസിദ്ധമായി തെളിയിക്കപ്പെട്ടവയല്ല എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അശാസ്ത്രീയമാണെന്ന് പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അശാസ്ത്രീയമല്ല. അതുകൊണ്ട് തന്നെ ഇത് വെളുത്തുള്ളിയുടെ ഉപയോഗം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഉള്ളത് ആയുർവേദത്തിലാണെന്നാണ്, ഈ മരുന്നുകളിൽ. അപ്പോൾ വെളുത്തുള്ളി എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റിനെയും കരളിനെയും ശുദ്ധീകരിക്കുന്നു, രോഗങ്ങൾ വരാൻ നോക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് പതിവായി കഴിക്കുന്നത് നല്ലത്. അത് എങ്ങനെ കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞുതരും. അപ്പോൾ ഇവിടെ ഈ ഫാറ്റി ലിവറുള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ പറയുന്ന ആഹാരശീലം, ആഹാര ക്രമീകരണം അത് പൂർണ്ണമായി അനുസരിക്കുക. 2 വ്യായാമം ചെയ്യുക, രാവിലെ വെയിൽ കൊള്ളുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. മരുന്നുകൾ ഡോക്ടർ പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മളത് കഴിക്കാവൂ. അത് പൂർണ്ണമായി സുരക്ഷിതമായി മരുന്നുകളെ ഡോക്ടർമാർ തരൂ, അല്ലാത്തൊന്നും തരില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഡോക്ടർ പറയുന്ന സമയങ്ങളിലൊക്കെ രക്തപരിശോധനയോ സ്കാനിങ്ങോ അദ്ദേഹം ആവശ്യപ്പെടുകയാണെങ്കിൽ നടക്കണം. കാരണം ചികിത്സയുടെ പുരോഗതി നമുക്കറിയാൻ അത് ആവശ്യമാണ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കരൾ രോഗികൾ ഇല്ലാത്ത ഒരു സമൂഹം നമുക്ക് സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ്. രോഗികളുടെ ശ്രദ്ധ ഉണ്ടാകണം എന്ന് മാത്രം. അശ്രദ്ധ പൂർണ്ണമായി ഒഴിവാക്കണം. പിന്നെ പുകവലി, മദ്യപാനം, ലഹരി പദാർത്ഥങ്ങൾ ഇതൊന്നും നല്ല ആരോഗ്യത്തിന്, പ്രത്യേകിച്ച് കരളിൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് തിരിച്ചറിയുക കൂടെ ചെയ്യണം. ഇത്രയേ വേണ്ടൂ.